ഭൂമി വാങ്ങിയപ്പോൾ നിധി കിട്ടിയതാണ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു 3472 ഹദീസ് ബാബുർ റജുൽ അല്ലദീ ഇശ്തറാ അഖാറൻ വവജദ ഫീഹി ദഹബ. ഒരാളൊരു ഭൂമി വാങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വർണം കിട്ടി, അതാണ് അഡ്ഡി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാല, നബി തങ്ങൾ പറഞ്ഞു, ഇസ്തറാ റജുലുൻ മിൻ റജുലിൻ അഖാറൻ ലഹ്. ഒരാൾ മറ്റൊരാളിൽ നിന്ന് ഒരു ഭൂമി വാങ്ങുകയുണ്ടായി. فوجد الرجل الذي اشترى العقار في عقاره جرة فيها ذهب. അപ്പോൾ അദ്ദേഹം വാങ്ങിയ ആ ഭൂമിയിൽ ഒരു മൺപാത്രം കണ്ടെത്തി. ഫീഹാ ദഹബൻ, അതിൽ സ്വർണമുണ്ട്. ഭൂമിയിൽ സ്വർണമുള്ള ഒരു മൺപാത്രത്തെ വാങ്ങിയ ആള് കണ്ടെത്തിയപ്പോൾ فقال له الذي اشترى العقار, ഭൂമി വാങ്ങിയ ആള് പറയുകയുണ്ടായി, ഖുദ് ദഹബക മിന്നീ. ആ വിൽപ്പന നടത്തിയ ആളോട് പറഞ്ഞു, നിങ്ങളുടെ ഭൂമിയിൽ നിന്ന് എനിക്കൊരു നിധി കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് നിങ്ങൾ എടുത്തോളിയുക. കാരണം ഇന്നമസ്തറയ്തു മിൻകൽ അർദ്, ഞാൻ നിങ്ങളിൽ നിന്ന് ഭൂമിയല്ലേ വാങ്ങിയിട്ടുള്ളൂ. നിങ്ങളിൽ നിന്ന് ഞാൻ സ്വർണം വാങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട് ഈ സ്വർണം എനിക്ക് അനുവദനീയമല്ല, ഇത് നിങ്ങൾ എടുത്തോളൂ, ഭൂമിയാണ് ഞാൻ വാങ്ങിയത്, അതെനിക്ക് മതി. എന്തൊരു തമാശയാണെന്ന് ആലോചിച്ച് നിങ്ങൾ. ഒരു ഭൂമി വാങ്ങിയപ്പോൾ അതിലൊരു നിധി കിട്ടി. ഈ നിധി കിട്ടിയ സമയത്ത് വാങ്ങിയ ആള് പറയാം, ഞങ്ങളിൽ നിന്ന് ഭൂമിയല്ലേ വാങ്ങിയിട്ടുള്ളൂ, അതുകൊണ്ട് ഈ നിധി എനിക്ക് ഹലാലാവൂല, ഈ നിധി നിങ്ങൾ എടുത്തോളി. സഹാബത്തിന്റെ കഥ പറയാണ്. ഈ നിധി എനിക്ക് അദ്ദേഹം ഈ ഭൂമി വിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു നിധി ഉണ്ട് എന്ന് വിചാരിച്ചിട്ടല്ലല്ലോ വിൽക്കുന്നത്. നിധിയുള്ള ഭൂമി ആരെങ്കിലും വിൽക്കുമോ? പൊന്മുട്ടയിടുന്ന താറാവിനെ ആരെങ്കിലും അറക്കുമോ? പാല് നൽകുന്ന പശുവിനെ ആരെങ്കിലും വിൽക്കുമോ? അപ്പൊ സ്വർണ്ണമുള്ള ഒരു ഭൂമി ആരാ വിൽക്കാൻ പോണത്? നിധിയുണ്ട് എന്നറിയുന്ന ആ ഭൂമി ആര് വിൽക്കും? അപ്പൊ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു നിധി ഭൂമിയിലുണ്ട് എന്ന കാര്യം അറിയില്ല. അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ അദ്ദേഹം ഈ ഭൂമി വിൽക്കാൻ തയ്യാറാകുമായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഭൂമി മാത്രമാണ് അവകാശപ്പെട്ടത്, നിധി എനിക്ക് അവകാശപ്പെട്ടതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വർണം അദ്ദേഹം മറ്റേ ആ വിൽപ്പന നടത്തിയ ആളുടെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ ഭൂമി വിറ്റ ആളെന്താ പറയുന്നത്? ഞാൻ ഭൂമി നിങ്ങൾക്ക് വിറ്റപ്പോ ആ ഭൂമിയിലുള്ളതും കൂടി പെട്ടല്ലോ, അതുകൊണ്ട് എനിക്കത് അനുവദനീയമല്ല. സുബ്ഹാനല്ലാഹ്. നിധി കിട്ടിയ ആള് പറയാ, നിങ്ങൾ എടുത്തോളി. ഭൂമി വിറ്റ ആള് പറയാ, അല്ലല്ല, ഞാൻ ഭൂമി വിറ്റപ്പോ നിധിയും കൂടി അതിൽ പെട്ടിട്ട് നിങ്ങൾ എടുത്തോളി. അങ്ങനെ രണ്ടാളുടെ ഇടയിലും പ്രശ്നം. ഇതാരാണ് എടുക്കേണ്ടത്? അപ്പോൾ വേറെ ഒരാളെ ഈ വിഷയത്തിൽ വിധി നടപ്പിലാക്കാൻ വേണ്ടി രണ്ടാളും സമീപിക്കുകയാണ്. فقال الذي تحاكما إليه ألكما ولد. അപ്പൊ രണ്ടാളുടെ ഇടയിൽ വിധി നടപ്പിലാക്കാൻ വേണ്ടി മൂന്നാമത്തെ ഒരാളെ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം നല്ല ബുദ്ധിശാലിയായി. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാൾക്കും കുട്ടികളുണ്ടോ? അലക്കുമാ വലതുൻ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളുണ്ടോ? ഫാലാഹദുമാ, ഒരാൾ പറഞ്ഞു, ലീ ഗുലാം, എനിക്കൊരാൺകുട്ടിയുണ്ട്. വഖാലല്ലാഹു, മറ്റേയാൾ പറഞ്ഞു, ലീ ജാരിയത്തുൻ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. എത്ര വയസ്സായി? അപ്പൊ വിവാഹപ്രായം വെച്ച് നിൽക്കുന്ന സമയം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നല്ലൊരു പണിയുണ്ട്,
എന്താണ്? അങ്കിഹുൽ ഗുലാമ അൽ ജാരിയ, നിങ്ങളുടെ ആൺകുട്ടിയെ അവൾക്കും പെൺകുട്ടിയെ നിങ്ങളുടെ ആൺകുട്ടിക്കും രണ്ടുപേരും വിവാഹം ചെയ്തു കൊടുക്കുക. എന്നിട്ട് വഅൻഫിഖൂ അലാ അൻഫുസിഹിമാ മിൻഹു, ഇവരുടെ രണ്ടുപേരുടെയും കല്യാണത്തിന് ആവശ്യമായ ചെലവുകളെല്ലാം ഈ നിധിയിൽ നിന്ന്, ഈ സ്വർണ്ണക്കട്ടയിൽ നിന്ന് ചെലവാക്കട്ടെ. ഇനി വല്ലതും ബാക്കി വന്നെങ്കിൽ വതസദ്ദഖാ, നിങ്ങൾ രണ്ടുപേരും സദഖയും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ മൂന്നാമത്തെ ആള് അതിൽ മസ്ലഹത്തുണ്ടാക്കി എന്നാണ്. ഈ ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, എനിക്കുള്ളതാണ് എന്ന് ഉറപ്പുള്ള വസ്തുവല്ലാതെ ഒരിക്കലും തന്നെ, അത് സ്വർണ്ണക്കട്ടിയാണെങ്കിലും നിധിയാണെങ്കിൽ പോലും മഹാന്മാരായ സ്വഹാബത്ത് ഉപയോഗിച്ചിരുന്നില്ല. ഒരാളുടെ ഈമാൻ തഖ്വയൊക്കെ അളക്കണമെങ്കിൽ സാമ്പത്തികമായി ഒരാളുമായി ബന്ധപ്പെട്ടാൽ മതി. ക്രയവിക്രയങ്ങളിലുള്ള അദ്ദേഹത്തിന്റെ സമീപനവും ശൈലിയും സാമ്പത്തികമായ ശുദ്ധിയും എത്രയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ അദ്ദേഹത്തിന്റെ തഖ്വയുടെ ആഴം നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കുക, ഇതാണ് ഇവിടെ ചിന്തിക്കേണ്ട കാര്യം. ഒരു നിധി വാങ്ങിയ, സത്യത്തിൽ ഭൂമി വാങ്ങുമ്പോൾ അതിൽ കിട്ടിയ നിധി അത് വാങ്ങിയ ആൾക്കുള്ളത് തന്നെയാണ്. പക്ഷെ എന്നാലും അയാൾ വിചാരിക്കണം എന്താണ്, നിധിയുള്ള ഭൂമി ഒരാൾ വിൽക്കാൻ തയ്യാറാവൂലല്ലോ. അപ്പൊ ഈ നിധിയുള്ള കാര്യം അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ നിധി എനിക്ക് അനുവദനീയമാകുമോ എന്നാണ്. അപ്പൊ വിറ്റാട് വരണം എന്താണ്, ഞാൻ ഭൂമി നിങ്ങൾക്ക് വിറ്റപ്പോൾ നിധി അതിനും പെട്ടുപോയി, അതുകൊണ്ട് എനിക്കേതായാലും അത് അനുവദനീയമല്ല. അങ്ങനെ മൂന്നാമത്തെ ഒരാളെ സമീപിച്ച് അദ്ദേഹം രണ്ടാളുകൾക്കും ഇടയിൽ ഒരു മസ്ലഹത്തുണ്ടാക്കി. ഭരണാധികാരികളാകുമ്പോൾ അങ്ങനെയാണ്. ബുഖാരിയിൽ തന്നെ ഒരു സംഭവം കാണാം. മഹാനായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അരികിൽ ഒരാൾ വന്നു. എന്നിട്ട് അയൽവാസിയായ ആളുടെ കുറിച്ച് പരാതി പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ആട് എന്റെ കൃഷി നശിപ്പിച്ചു, അതുകൊണ്ട് നഷ്ടപരിഹാരം പറഞ്ഞു. ദാവൂദ് നബി അലൈഹി ഇസ്ലാം നോക്കിയപ്പോ കൃഷി നല്ലോണം നശിച്ചു പോയി. അപ്പൊ എത്രയുണ്ട് നഷ്ടം എന്ന് ചോദിച്ചു. ഏകദേശം ഈ ആടിന്റെ അത്ര തന്നെ വില വരുന്നത്. അപ്പൊ ദാവൂദ് നബി അലൈഹി ഇസ്ലാം പറഞ്ഞു, എന്താ ഒരു കാര്യം ചെയ്യാം, ആടുകൾ കൊണ്ടുപോയിക്കോളി. മൂപ്പരിപ്പോ ആടിനെ സൂക്ഷിക്കാത്തത് കൊണ്ടല്ലേ നഷ്ടം വരുത്തിയത്, അതുകൊണ്ട് ആടുകൾ കൊണ്ടുപോകാൻ തരും. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം കൊണ്ട് വന്നു. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ മകനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം. അപ്പൊ എന്താണ് പ്രശ്നം എന്ന് വെച്ചു. അപ്പൊ പറഞ്ഞു, ഇയാളുടെ കൃഷി അദ്ദേഹത്തിന്റെ ആട് നശിപ്പിച്ചു, ഏകദേശം ഈ ആടിന്റെ അത്ര വില വരുന്ന നഷ്ടം ഇയാൾ കണ്ടുപോലും. ഒരു വാപ്പെന്താ വെച്ചത്? ഞാൻ പറഞ്ഞ ആട് കൃഷിക്കാരൻ കൊണ്ടുപോയി, കൃഷി നശിച്ചുപോയില്ലേ. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം പറഞ്ഞു, മോൻ പറഞ്ഞു, അല്ല ഇവിടെ വേറൊരു രീതിയുണ്ട്, നല്ലൊരു രീതിയുണ്ട്, ഞാൻ പറയട്ടെ എന്ന് വെച്ചു. എന്നാ പറയും, കൃഷിയുടെ ഉടമസ്ഥൻ കൃഷി തൽക്കാലം ആടിന്റെ ഉടമക്ക് കൊടുക്കണം, ആടിന്റെ ഉടമസ്ഥൻ ആടിനെ തൽക്കാലം കൃഷിന്റെ ഉടമസ്ഥനും കൊടുക്കണം. എന്നിട്ട് കൃഷി അതിന്റെ യഥാർത്ഥ അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നത് വരെ ആടിന്റെ ഉടമ നോക്കട്ടെ. കൃഷിയെല്ലാം നല്ല അവസ്ഥയിലേക്ക് വളരുന്നത് വരെ ആടിനെ കൃഷിക്കാരൻ നോക്കുകയും അതിന്റെ ആനുകൂല്യം പാല് അദ്ദേഹം കുടിക്കുകയും ചെയ്യും. കൃഷി നല്ല മട്ടം പോലെ ഭംഗിയായി പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നാൽ ആടിനെ തിരിച്ചു കൊടുക്കാം. അതുവരെയെല്ലാം ആടിന്റെ ആനുകൂല്യം ആൾ പറ്റിയല്ലോ, അത് മതി, അത് തന്നെ ഇതിന്റെ നഷ്ടപരിഹാരം. ഇത് ഉൾക്കൊണ്ടപ്പോൾ മഹാനായ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞത് നല്ല തീരുമാനമാണ്, സൂപ്പർ തീരുമാനം. ഭരണാധികാരികൾക്ക് ചിലപ്പോൾ നല്ല ഹിക്മത്ത് വേണം. ചിലയിടത്തൊന്നും അള്ളാഹുവിന്റെ സന്ദേശം വന്നോളണമെന്നില്ല. അങ്ങനെയുള്ള സമയത്ത് അവരുടെ ബുദ്ധിപരമായ സമീപനങ്ങൾ, അവരുടെ ഹിക്മത്തുകൾ. രണ്ട് സ്ത്രീകൾ ടൂർ പോയി, ഇതും ബുഖാരിയിൽ നമുക്ക് കാണാം. രണ്ടാളുകൾ ടൂർ പോയപ്പോ ആനന്ദ തുന്തിലമായ അവസ്ഥകൾ കണ്ടപ്പോൾ അവര് രണ്ടാൾക്കും കുട്ടികളുണ്ടായിരുന്നു.
കുട്ടികളവിടെ വെച്ചുകൊണ്ട് തോട്ടം കാണാനും വെള്ളച്ചാട്ടം കാണാനും ഊഞ്ഞാലാടാനും ഒക്കെ പോയി. അങ്ങനെയാണല്ലോ. തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒരു കുട്ടികളുണ്ട്. അപ്പൊ ഈ പോയ 2 സ്ത്രീകളിൽ ഒരാള് ഒരല്പം പ്രായം കൂടുതലാണ്. അവള് കയ്യൊക്കെ പറഞ്ഞു ഈ കുട്ടിൻ്റെതാണെന്ന് പറഞ്ഞിട്ട് എടുത്തു. അപ്പൊ പ്രശ്നമായി. പോയപ്പോഴുള്ള ആ ഒരു സുഹൃത്ത് ബന്ധമൊന്നും പിന്നില്ല. കുട്ടികൾ പോയാൽ പിന്നെ അങ്ങനെയല്ലേ. അപ്പോ ഭരണാധികാരിയായ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്, അന്നത്തെ പ്രവാചകനാണ്, മഹാനവരുകളെ സമീപിച്ചു. മഹാനവരുകൾ 2 പേരുടെയും ന്യായം അന്യായമൊക്കെ ഇങ്ങനെ കേട്ടു. അപ്പൊ മൂപ്പർക്ക് തോന്നിയത് കുട്ടിയെ കൈവശം വെച്ചത് വലിയ പെണ്ണാണ്, പ്രായമുള്ള പെണ്ണാണ്. അപ്പോൾ പറഞ്ഞു ഇതിന്റെ കുട്ടിയാണ്, ഇതിന്റെ ഇത്താണ്, അവള് വാദിക്കുന്നു അവരുടേതാണ്. ചെറിയ പെണ്ണ് പറഞ്ഞു, പ്രായത്താൽ കുറവുള്ള പെണ്ണ് പറഞ്ഞു അല്ല എന്റേതാണ് യഥാർത്ഥത്തിൽ കുട്ടി, അവൾ ആദ്യം എടുത്തു പോയത് കൊണ്ട് അവളുടെ കയ്യിൽപ്പെട്ടതാണ്, അത് അവകാശം പറയാനൊന്നുമില്ല. ഏതായിരുന്നാലും തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ജഡ്ജിക്ക് വിധിക്കാൻ പറ്റത്തില്ലല്ലോ, കാര്യം മറിച്ചായിരിക്കും. പക്ഷെ വിധിയിൽ അദ്ദേഹം നോക്കിയ തെളിവാണ്, എവിഡൻസ് എന്താണുള്ളത്. അപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാം പറഞ്ഞു നിങ്ങൾ എടുത്തോളി കുട്ടി, കാരണം നിങ്ങളുടെ കയ്യിലാണല്ലോ ഇപ്പൊ കുട്ടിയുള്ളത്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ വിധി കേട്ടു. മഹാനവരുകൾ വന്നിട്ട് പറഞ്ഞു ഇവിടെ വേറൊരു ഹിക്മത്തുണ്ട്, ഞാൻ തീരുമാനിച്ചാൽ കുട്ടിയായതാണ്. ഒരു കാര്യം ചെയ്യാം, ഇവിടെ സദസ്സിൽ കുറെ ആൾക്കാരുണ്ടായിരുന്നു, ഒരു വലിയ കത്തി കൊണ്ട് കൊണ്ടിരിക്കുന്നത്. വലിയ കത്തി കൊണ്ടൊരു ഇത് 2 ആക്കിയിട്ട് മുറിച്ചങ്ങോട്ട് കൊടുക്കുക. അപ്പൊ 2 ആക്കും കുട്ടികളാവുമല്ലോ, ഇതിന് നമ്മൾ ബേജാറാവണം. ഇത് കേട്ടപ്പോ വലിയ പെണ്ണോ മിണ്ടിയില്ല. ചെറിയ പെണ്ണ് പറഞ്ഞു പടച്ചോനെ കുട്ടിയെ മുറിക്കണ്ട, കുട്ടിനെ നിങ്ങൾ അവർക്ക് കൊടുത്താലും മതിയില്ല, കുട്ടിനെ മുറിക്കില്ല. അപ്പൊ ഇത് കേട്ടപ്പോൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് മനസ്സിലായി കുട്ടി മുറിക്കുമ്പോൾ സങ്കടപ്പെടുന്ന കുട്ടിയുടെ പെണ്ണിൻ്റെതാണ് കുട്ടി, അത് ചെറിയ പെണ്ണായിരുന്നു. അപ്പോൾ നിങ്ങളതാണ് കുട്ടിക്കൊണ്ടുപോയി. ഭരണാധികാരികൾക്ക് നല്ല ഹിക്മത്ത് വേണം, നല്ല വിവരങ്ങൾ ഉണ്ടായാൽ മാത്രമേ അവർക്ക് കൃത്യമായ വിധി നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ഇവിടെ കണ്ടോ, ഈ ഹദീസിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന അതാണ്. സത്യത്തിൽ അവരുടെ ദീൻ പേടിച്ചിട്ടാണ് നിന്റെ സ്വത്ത് എന്റെ വയറ്റിൽ പെടുവോ, എന്റെ സ്വത്ത് നിന്റെ വയറ്റിൽ പെടുവോ എന്ന പേടി കൊണ്ട് ഒരു ഭൂമിയിൽ നിന്ന് നിധി കിട്ടിയിട്ട് അത് എടുക്കാനും അത് ചെലവഴിക്കാനും അവർ പ്രയാസപ്പെട്ടപ്പോൾ മൂന്നാമത്തെ ഒരാൾ 2 ആളുടെ ഇടയിൽ രഞ്ജിപ്പുണ്ടാക്കി. അവിടെ വിധിയല്ല, മസ്ലഹത്താണ്. നിങ്ങൾ 2 പേരുടെയും ഒരാൾ മറ്റൊരാൾക്ക് മോനെയും മോളെയും അങ്ങോട്ടും ഇങ്ങോട്ടും വിവാഹം ചെയ്തു കൊടുത്ത് അവരുടെ വിവാഹത്തിന് ആവശ്യമായ ഫണ്ട് ഇതിൽ നിന്ന് ചെലവഴിക്കുക, മിച്ചം വരുന്നത് സ്വതക്ക ചെയ്യുകയും ചെയ്യുക. ഈ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠം, അന്യന്റെ സ്വത്ത് ഒരിക്കലും തന്നെ നമ്മുടെ വയറ്റിൽ പെടാൻ പാടില്ല. വേറൊരാളുടെ സമ്പത്ത്, അന്യായമായ മുതല് നമ്മുടെ മജ്ജയിലോ മാംസത്തിലോ ശരീരത്തിലോ നമ്മുടെ എനർജിയുടെ ഭാഗമോ ആയി മാറിയാൽ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കൂല. മാ നബത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ ശരീരത്തിന് നരകത്തിനോടാണ് ഏറ്റവും കൂടുതൽ ബന്ധം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ട് സാമ്പത്തികമായ ശുദ്ധിയിൽ വളരെയേറെ ശ്രദ്ധാലുക്കളായിരുന്നു മഹാന്മാരായ സഹാബത്ത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാറുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും സത്യസന്ധമായ രൂപത്തിൽ ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, പരിശുദ്ധമായ ഈ മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട് ഞങ്ങളുടെ സർവ്വ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെയും ഞങ്ങളിൽ നിന്ന് രോഗികളായവരുടെയും സർവ്വ രോഗങ്ങളെയും നീ ശിഫയാക്കണേ റഹ്മാനെ. ഈമാൻ സലാമത്താകുന്ന മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ. ഈ പള്ളിയുടെ ചുറ്റുഭാഗത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ ഖബറിടം നീ വിശാലമാക്കണേ റഹ്മാനെ. അവരുടെ റുവാഹുകളിലേക്ക് ഈ മഹത്തായ മജ്ലിസിന്റെ സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ. അവരോടൊന്നിച്ച് നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി
وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم.